ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ യഥാർത്ഥ പേര് ഞാൻ പറയുന്നില്ല. എങ്കിലും മാഡം എന്നെ അനൂയ എന്ന് വിളിച്ചോളൂ. എനിക്കിപ്പോൾ 26 വയസ്സുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് 1.5 വർഷം കഴിഞ്ഞു. ഒരു കുട്ടിയുമുണ്ട്. ഞാൻ PG വരെ പഠിച്ചു. പിന്നീട് കുറച്ച് നാൾ വർക്ക് ചെയ്തു. അപ്പോഴേക്കും എനിക്ക് വിവാഹാലോചനകൾ വന്നു തുടങ്ങി. എൻ്റെ പപ്പയ്ക്ക് ഇത്തിരി പ്രശ്നമുണ്ട് ആരോഗ്യപരമായിട്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ച് എന്നെ വിടണമെന്നായിരുന്നു ആഗ്രഹം. വിദേശത്തുള്ള ആളുകളെയാണ് ആദ്യം നോക്കിയത്. പക്ഷേ എൻ്റെ മമ്മി പറഞ്ഞു, വിദേശത്തുള്ളവർ വേണ്ട, നാട്ടിൽ ബിസിനസ്സോ മറ്റു ജോലിയോ മറ്റോ ചെയ്യുന്നവർ മാത്രം മതിയെന്ന്. അങ്ങനെ പല ചെക്കന്മാരും വന്നപ്പോൾ എനിക്കിഷ്ടമായെങ്കിലും അതെല്ലാം തള്ളിക്കളഞ്ഞു. അവസാനമാണ് ഈ ആലോചന വന്നത്. ഇതിനു മുമ്പ് എൻ്റെ പെണ്ണ് കാണാൻ 11 ചെക്കന്മാർ വന്നിട്ടുണ്ട്. ആദ്യത്തെ 5 പേരും എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. കാരണം അവരൊക്കെ സുന്ദരന്മാരായിരുന്നു. ആദ്യത്തെ ആൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മനക്കൊട്ട കെട്ടാൻ തുടങ്ങി. അയാൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടിരുന്നു. ഇയാളുടെ കൂടെ ആയിരിക്കും എൻ്റെ ജീവിതം, ഞങ്ങളുടെ ആദ്യത്തെ ദിനങ്ങൾ, പിന്നെ കുട്ടികളുണ്ടാകുന്നത്. അങ്ങനെ പല കാര്യങ്ങളും ഞാൻ ശരിക്കും സിനിമയിലൊക്കെ കാണുന്ന പോലെ മരം ചുറ്റി അങ്ങ് ആലോചിച്ചു. പക്ഷേ അത് നടന്നില്ല. പിന്നെയും വന്ന ആണുങ്ങളെ എനിക്കിഷ്ടപ്പെട്ടു, അവർക്കും ഇഷ്ടപ്പെട്ടു. പല കാരണങ്ങളാൽ ആ വിവാഹം നടന്നില്ല. 5 എണ്ണമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇങ്ങനെ ആണുങ്ങളെ കണ്ട് മോഹിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കല്യാണം എന്ന് പറഞ്ഞത് അങ്ങനെ മോഹം കൊണ്ടൊന്നും നടക്കില്ല. ഒത്തിരി കാര്യങ്ങൾ ചുറ്റുപാട് ശരിയാകണം, എങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് നല്ല നല്ല ആണുങ്ങളെ കണ്ട് മോഹിക്കുന്ന പരിപാടി നിർത്തിയാൽ മതിയെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. അതിനു മുമ്പ് പ്രേമമോ മറ്റു പ്രശ്നങ്ങളോ അലകുലത്തുകളോ ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. എനിക്കങ്ങനെയുള്ള സ്വഭാവമില്ല. അടങ്ങി ഒതുങ്ങി വീട്ടുകാരെ പറഞ്ഞ പോലെ ജീവിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അവസാനം ഈ ആലോചന വന്നു. ഇടയ്ക്ക് വന്ന ആലോചനകളൊന്നും എനിക്കിഷ്ടമായില്ല. ഇപ്പം വന്നത് പ്രശ്നമില്ല. എൻ്റെ മനസ്സ് കവർന്ന ആദ്യത്തെ 5 ചെക്കന്മാരുണ്ട്. അവരുടെ അത്രയൊന്നും വരില്ലെങ്കിലും അവർക്ക് ഒരു 10% താഴെ മാർക്ക് കൊടുക്കാം. അത്രയ്ക്കൊക്കെ സുന്ദരനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിന് സമ്മതിച്ചത്. പിന്നെ വീട്ടുകാർ പറഞ്ഞ ഡിമാൻഡെല്ലാം ഒത്തുവന്നു. പുള്ളിക്കാരൻ ഒരു വലിയ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഇടയ്ക്ക് വിദേശത്തും പോകാറുണ്ട്. 3, 4, 5 മാസമൊക്കെ അവിടെ നിൽക്കാറുണ്ട്. തിരിച്ചു വരികയും ചെയ്യും. അവിടെ സെറ്റിലാകാനൊന്നും പുള്ളിക്ക് താല്പര്യമില്ല. നാട്ടിൽ തന്നെ നിൽക്കാനാണ് താല്പര്യം. അമ്മയുണ്ട് അവിടെ. അപ്പോൾ അമ്മയൊക്കെ നോക്കി കുടുംബസ്ഥനായി ഇരിക്കണം എന്നാണ് എപ്പോഴും ആഗ്രഹം. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടു. മോളെ, നല്ല ചെക്കനാ, നീ ഇവനെ തന്നെ കല്യാണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. ചുമ്മാതിരുന്ന കണ്ണ് ചുണ്ണാമ്പിട്ട് പുണ്ണാക്കി എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതായത് നമ്മൾ വെറുതെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ആണുങ്ങളെ കാണിച്ച് മോഹം നിറച്ചു. എന്നാലോ വിവാഹമൊട്ടും നടന്നതുമില്ല. അപ്പോൾ തമ്മിഭേദം തൊമ്മൻ. അങ്ങനെ ഒരാൾ വരുമ്പോൾ കല്യാണത്തിന് സമ്മതിക്കുന്നതാണ് നല്ലതെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. എൻ്റെ മനസ്സും തുടിക്കുന്നുണ്ടായിരുന്നു, എന്തൊക്കെയോ അറിയാൻ വേണ്ടി. സത്യം പറഞ്ഞാൽ കല്യാണാലോചനകളൊക്കെ വന്നതിന് ശേഷമാണ് ഞാൻ വല്ലപ്പോഴും ഇത്തിരി വീഡിയോകളൊക്കെ കാണാൻ തുടങ്ങിയത്. അതിൽ സുന്ദരികളായ സ്ത്രീകളുടെ അടുത്ത് വരുന്ന സുന്ദരന്മാരായ പുരുഷന്മാർ, അവർക്ക് അവളോട് എത്ര സ്നേഹമാണ്, എത്ര നേരമാണ് അവർക്ക് വേണ്ടി മെനക്കെടുന്നത്. സ്ത്രീകൾ ആർത്ത് വിളിക്കുകയാണ്. അവർക്ക് ഭാഗ്യം കൂടുതലാണ്. പുരുഷന്മാരെപ്പോഴും സ്ത്രീകളെ പരിഗണിച്ചുകൊണ്ടേയിരിക്കും. സ്ത്രീ പരിഗണിക്കുന്നത് വളരെ കുറവായിട്ട് മതി പുരുഷനും. അപ്പോൾ പിന്നെ സ്ത്രീയുടെ ജീവിതം എപ്പോഴും ആനന്ദത്തിലാകും. എന്തായാലും നമ്മളെ മോഹിക്കുന്ന ഒരാളായിരിക്കുമല്ലോ നമ്മുടെ ഭർത്താവായിട്ട് വരുന്നത്. നമുക്ക് പ്രത്യേകിച്ച് ഒരു പണിയുമില്ല, ആണുങ്ങൾക്കാണ് എല്ലാ ജോലിയും എന്ന് വിചാരിച്ച് ഞാൻ സ്വപ്നലോകത്തായിരുന്നു. അങ്ങനെ ഈ ആലോചന വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓർത്തു, ഇനി കാത്തിരിക്കാൻ വയ്യ, അറ്റത്ത് വരെ വന്നിരിക്കുകയാണ്. ഇനി താഴെ വീഴാതെ ഒരു രക്ഷയുമില്ല. അങ്ങനെയാണ് കല്യാണത്തിന് ഞാൻ സമ്മതിച്ചത്. അദ്ദേഹത്തിന് എന്നോട് ഇഷ്ടമായിരുന്നു. ഇച്ചായൻ എന്നെപ്പോലൊരു പെണ്ണിനെയാണ് കാത്തിരുന്നെന്നാണ് പറഞ്ഞത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു മിന്നൽ പിണർ പായുന്ന പോലെ തോന്നി. ഇച്ചായനെ കൈവെള്ളയിൽ കൊണ്ടു നടക്കും. ആദ്യത്തെ ദിവസം മുതൽ ഞാൻ അനുഭവിക്കാൻ പോകുന്നത് വലിയ വലിയ സ്വപ്നലോകത്തേക്കുള്ള യാത്രകളായിരിക്കും എന്നോർത്ത് മാഡം എത്ര സന്തോഷത്തോടുകൂടിയാണ് എൻ്റെ വിവാഹം കഴിഞ്ഞത്. പക്ഷേ ആദ്യ ദിവസം തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇങ്ങേർക്ക് ചുക്കും അറിയില്ല, ചുണ്ണാമ്പും അറിയില്ല. എത്ര ആകാരഭംഗിയോ മിടുക്കോ ശക്തിയോ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. സ്ത്രീ എന്താണെന്ന് മനസ്സിലാക്കുന്ന, സ്ത്രീക്ക് വേണ്ടി സമയം ചിലവഴിക്കുന്ന, സ്ത്രീയെ അഗാധമായി ആഴത്തിൽ അലിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു പുരുഷന് മാത്രമേ സ്ത്രീകൾക്ക് മുന്നിൽ സ്ഥാനം വഹിക്കാൻ പറ്റുകയുള്ളൂ. ഇത് പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഉണ്ടോയെന്ന് ചോദിച്ചാൽ എല്ലാമുണ്ട്, ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചക്കച്ചുളയുമില്ല എന്നുള്ള രീതിയിലാണ് പെരുമാറ്റങ്ങളൊക്കെ. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാർ എന്ന് മാത്രമേ പറയാനുള്ളൂ. അങ്ങേർക്ക് എൻ്റെ വികാര വിചാരങ്ങളോ അല്ലെങ്കിൽ സ്ത്രീകളെ പറ്റിയോ യാതൊന്നും അറിയില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ടും ഒരു വ്യത്യസ്തതയും ഞാൻ കണ്ടില്ല.
പിന്നെ ഭർത്താവ് വരുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഞങ്ങളുടെ വീടിനടുത്തുള്ള തങ്കച്ചേച്ചിയാണ്. തങ്കച്ചേച്ചി ചില സമയത്ത് വെള്ളത്തിന് അത്യാവശ്യമുള്ളപ്പോൾ ഓടി വരും. ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ പണ്ട് പൊതുവായി സ്ഥാപിച്ച ഒരു കുഴൽക്കിണറുണ്ട്. അതിൽ നിന്ന് ഇപ്പോഴും ആളുകൾ വെള്ളമെടുക്കാൻ വരുന്നുണ്ട്. തങ്കച്ചേച്ചിയാണെങ്കിൽ ഓടി വന്നിട്ട് അതിൻ്റെ ലിവറുണ്ട്, അതിങ്ങനെ വെച്ചിട്ട് കിച്ചിക്ക് കിച്ചിക്ക് കിച്ചിക്കെന്ന് വെള്ളം അങ്ങോട്ട് അടിക്കും. കുടം അങ്ങ് നിറയും. കുടം നിറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചേച്ചി അതെടുത്തുകൊണ്ട് ഓടിപ്പോവുകയും ചെയ്യും. മറ്റേതെങ്കിലും പിള്ളേരോ പെണ്ണുങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ പതുക്കെ തുടങ്ങി എപ്പോഴെങ്കിലും നിറച്ച് ഇങ്ങനെയാണ് പോകുന്നത്. എൻ്റെ ഭർത്താവിനെ കാണുമ്പോൾ എനിക്ക് തങ്കച്ചേച്ചിയാണ് ഓർമ്മ വരുന്നത്. പെട്ടെന്ന് ഓടിപ്പോകുന്ന ഒരാൾ, അത്ര മാത്രമേ എനിക്ക് ഓർമ്മ വന്നുള്ളൂ. വേറൊന്നും ഓർമ്മ വന്നില്ല. സത്യം പറഞ്ഞാൽ സ്നേഹിച്ച ഭർത്താവിനോട് എനിക്ക് ഇൻറ്റിമസി കുറഞ്ഞു വരികയായിരുന്നു. ഹണിമൂൺ എന്ന് പറഞ്ഞ് പല സ്ഥലത്തും പോയി. എന്തിനു പോയാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കയ്യിൽ അയാൾക്ക് പൈസ ഉള്ളത് കൊണ്ട് പോയി, അത്രയേ ഉള്ളൂ. അങ്ങേരുടെ കുഴൽക്കിണർ വിദ്യ എൻ്റെ അടുത്ത് പ്രയോഗിക്കുന്നു, അതുമാത്രം. ഏകദേശം 1 മാസം വരെ ഭർത്താവ് ഒരഭിപ്രായം എന്നോട് ചോദിച്ചില്ല. അത് കഴിഞ്ഞ ശേഷം എടി ഓക്കെ അല്ലേ, ഇപ്പം നീ ഞാനും കൂടി നല്ല സെറ്റായില്ലെന്ന് ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. എൻ്റെ മൗനം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ വീഡിയോ ഒക്കെ കാണാറുണ്ടോയെന്ന്. അപ്പോൾ ഭർത്താവ് പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ജോലി കിട്ടിയതിൽ പിന്നെ കുറേ ബിസിയായി, അപ്പോൾ അതൊന്നും കാണാനുള്ള സൗകര്യം കിട്ടിയില്ല. എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനൊരു വീഡിയോ അയച്ചു തരാം. അപ്പം നീ വീഡിയോ കാണാറുണ്ടോ? അതെന്താ വീഡിയോ കാണില്ലേ, ഇപ്പം എല്ലാവർക്കും മൊബൈൽ നെറ്റും ഒക്കെ ഇല്ലേ. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടൊരു വീഡിയോ ഞാൻ അയച്ചു തരാം. ഇതേപോലെ ഒരു ബന്ധമാണ് എനിക്കിഷ്ടം. നിങ്ങൾ സമയം കിട്ടുമ്പോൾ തനിയിരുന്ന് കാണണം. എന്നോടതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുകയും ചെയ്യരുത്. നിങ്ങൾക്ക് ആ രംഗങ്ങൾ മനസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ എനിക്ക് എളുപ്പമാകും. അപ്പോൾ നമ്മൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ കൂടുതൽ ഊഷ്മളമാകുമെന്ന് ഞാൻ ഭർത്താവിനോട് പറഞ്ഞു. അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം ഭർത്താവ് അതൊരിടത്തിരുന്ന് കാണുന്നത് കണ്ടു. ദൈവമേ, ഇതെങ്കിലും കണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു പോയനെയും. ഇങ്ങനെ കൂടെ ജീവിതാവസാനം വരെ ജീവിക്കേണ്ടതല്ലേ എന്ന് ഞാൻ ഓർത്തു. രാത്രിയായപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ വീഡിയോ കണ്ടോന്ന്. അപ്പോൾ എൻ്റെ ഭർത്താവ് പറയുകയാണ് വീഡിയോ ഒക്കെ ഞാൻ കണ്ടു, പക്ഷേ ഇതെന്ന് പറയുമ്പോൾ മനുഷ്യരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അങ്ങോട്ട് ഷൂട്ട് ചെയ്യുന്നതാണ്, അല്ലാതെ യഥാർത്ഥത്തിലുള്ള ബന്ധങ്ങളൊന്നും ഇങ്ങനെയൊന്നുമല്ല. ഇതൊക്കെ ആക്ടിങ് ആണല്ലോ. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ, അതായത് കേരളത്തെ ഒരു സ്ത്രീയും പുരുഷനും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നുമല്ല. ഇതൊക്കെ ശരിക്കും വിദേശ രാജ്യത്ത് നടക്കുന്നതാകാം. അവിടുത്തെ കുടുംബജീവിതത്തിൽ ഇങ്ങനെയൊക്കെ കാണുമായിരിക്കാം. പക്ഷേ നമ്മുടെ കേരളത്തിൽ അങ്ങനെയൊന്നുമില്ലെന്ന്. ഞാൻ ചോദിച്ചു കേരളത്തിലുള്ള മൊത്തം ആളുടെയും കാര്യം നിങ്ങളാണ് നിശ്ചയിക്കുന്നതെന്ന്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എനിക്കറിയാമല്ലോ, കാര്യം എൻ്റെ കൂട്ടുകാരൊക്കെ കല്യാണം കഴിച്ചല്ലേ, അപ്പം അവിടെയൊന്നും ഇത്രയധികം വിഭവങ്ങളൊന്നുമില്ല. എൻ്റെ തരം രീതികളാണ് അവർ പിന്തുടരുന്നത്. ഞാൻ പറഞ്ഞു ഒരിക്കലുമല്ല, ആ രീതി കൊണ്ട് ഒരു സ്ത്രീക്കും സ്വയം തിരിച്ചറിയാൻ പോലും പറ്റില്ല. പിന്നെയാണോ ഭർത്താവുമായിട്ട് നല്ല ബന്ധം ഉണ്ടാകുക. അതുകൊണ്ട് ഈ പറയുന്ന വീഡിയോ ആയിരിക്കും കൂടുതൽ നല്ലത്. അതിൽ നിന്നും പല കാര്യങ്ങളും നിങ്ങൾ പഠിക്കണം. ഞാനത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എടുത്ത വാക്കി ഭർത്താവ് പറയുകയാണ്. നീ ഇപ്പോൾ വീഡിയോ കണ്ട് വഴിതെറ്റിയിരിക്കുന്നു. ഇതിലുള്ളതുപോലൊന്നും എനിക്ക് പെരുമാറാൻ പറ്റില്ല. അതൊന്നും എന്നെ പ്രതീക്ഷിക്കുകയും വേണ്ട. പക്കാ വൃത്തികേടുകളാണതൊക്കെ. ഇതൊന്നും എന്നോട് മേൽ പറഞ്ഞു പോകരുത്. ഉള്ളത് കൊണ്ട് അടങ്ങി ജീവിക്കുക. ഇഷ്ടമില്ലെങ്കിൽ വിവാഹമോചനം ചെയ്ത് എവിടെയെങ്കിലും പോവുക എന്ന് പറഞ്ഞു. മാഡം, വിവാഹത്തിൻ്റെ ആദ്യ ദിവസങ്ങളായതുകൊണ്ട് ഞാൻ ഷോക്കായിപ്പോയി. പിന്നെ ഞാൻ ഒന്നും മിണ്ടാൻ പോയില്ല. ഞങ്ങളുടെ സഭയിലൊന്നും വിവാഹമോചനം അനുവദനീയം പോലുമല്ല. അതൊക്കെ വലിയ നാണക്കേടുമാണ്. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാലക്രമേണ ശരിയാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ശരിയാകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഞാൻ ഗർഭിണിയായി. വീട്ടുകാർക്കെല്ലാം സന്തോഷമായി. അങ്ങനെ എത്രയും പെട്ടെന്ന് ഡെലിവറിയും കഴിഞ്ഞു. മാഡം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒന്നും അറിയാതെ ഒരു പെൺകുട്ടി, ഒരു രസവുമില്ലാതെ വിവാഹജീവിതത്തിലേക്ക് ചെല്ലുക, ഒരു കുട്ടി ഉണ്ടാകുക, പിന്നെ ഒരു ഗുണവുമില്ലെങ്കിലും ഭർത്താവിൻ്റെ കൂടെ കഴിയേണ്ടി വരും. അങ്ങനെയാണ് മാഡം ഈ നാട്ടിൽ 1000 10,000 പെൺകുട്ടികൾ കഴിവില്ലാത്ത ഭർത്താക്കന്മാരുടെ കൂടെ ഒരു സന്തോഷവും രസവും ഇല്ലാതെ എങ്ങനെയൊക്കെയോ അഭിനയിച്ച് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ അവിഹിതമായ കാര്യങ്ങൾ കൂടുന്നത്. ഇവിടുത്തെ കഴിവില്ലാത്ത ആണുങ്ങളാണ് ഒത്തിരി പെണ്ണുങ്ങളെ വഴിതെറ്റിക്കുന്നത്. ഞാൻ ഗർഭിണിയായതോടുകൂടി എൻ്റെ വീട്ടിലേക്ക് മാറ്റപ്പെട്ടു. ഇവിടെ അമ്മ മാത്രമേ ഉള്ളല്ലോ. എല്ലാ കെയറും എൻ്റെ ഭർത്താവ് എനിക്ക് തന്നു. പക്ഷേ ഈ ഒരു കാര്യം സംസാരിക്കുകയോ എൻ്റെ അടുത്ത് വന്നിരുന്ന് എന്നെ ഒന്ന് സാന്ത്വനിപ്പിക്കുകയോ ചെയ്യില്ല. പക്ഷേ ഒരു ദിവസം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്നെ ചെറുതായിട്ടൊന്ന് സഹായിക്കുന്നു. അപ്പോഴേക്കും പുള്ളി വളരെയധികം വയലൻ്റായിട്ട് എന്നോട് പറഞ്ഞു ഒരിക്കലും ശരിയാകില്ല. ഈ സമയത്ത് അങ്ങനെ എൻ്റെ സഹായം കൊണ്ട് നിനക്കൊരു സംതൃപ്തി പാടില്ല മോളെ, അത് തെറ്റാണ്. അങ്ങനെ അമ്മയാകാൻ പോകുന്ന സ്ത്രീ വിചാരിക്കാനേ പാടില്ലെന്നൊക്കെ പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തി. മാഡം, അതോടുകൂടി എല്ലാം ഡൗണായി. എനിക്ക് പിന്നെ ഒന്നും തോന്നിട്ടില്ല. എല്ലാം കഴിഞ്ഞ്
ഡെലിവറി കഴിഞ്ഞ് 56 കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓർത്തു ഭർത്താവിൻ്റെ അടുത്ത് വരുമെന്ന്. പക്ഷേ അദ്ദേഹം ഒന്ന് സാന്ത്വനിപ്പിക്കാൻ പോലും വന്നില്ല. ഞാൻ എൻ്റെ വീട്ടിലാണ്. എൻ്റെ ഭർത്താവ് വീട്ടിൽ വന്ന് പറഞ്ഞത്, അമ്മേ, ഒരു 6-7 മാസം അവളെ ഇവിടെ നിർത്തിയേക്കാൻ. എൻ്റെ അമ്മയ്ക്കത് കേട്ട് സന്തോഷമേ ഉള്ളൂ. പക്ഷേ എനിക്ക് ദുഃഖമാണ്. ഭർത്താവ് എൻ്റെ അടുത്ത് വന്ന് എന്നെ സാന്ത്വനിപ്പിക്കുന്നില്ല, എൻ്റെ ദുഃഖങ്ങൾ അലിവിയേറ്റ് ചെയ്യുന്നില്ല. ഭർത്താവ് അങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ അധികം നിന്നില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്നു. അദ്ദേഹത്തിനത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നിനക്ക് നിന്നെ വീട്ടിൽ നിന്നാൽ പോരായിരുന്നോ, അമ്മ കുഞ്ഞിനെ നന്നായിട്ട് നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ നോക്കിക്കോളാം, നിങ്ങളുടെ അമ്മയ്ക്ക് എന്തായാലും അതിൽ ഒരു പ്രശ്നം ഉണ്ടാകില്ലെന്ന് പറഞ്ഞു. എങ്കിലും എൻ്റെ പ്രതീക്ഷ, എൻ്റെ മോഹമാകുന്ന ചിപ്പിക്കുള്ളിലെ മുത്ത് തേടി എൻ്റെ ഭർത്താവ് വരും. കുഞ്ഞിൻ്റെ അമ്മയല്ലേ ഞാൻ, കൂടുതൽ സ്നേഹമായിരിക്കും. എന്തെങ്കിലുമൊക്കെ ഈ സമയത്ത് ഇടവേളകളിൽ അദ്ദേഹം എന്നെക്കുറിച്ച് ചിന്തിച്ച് കാണാം, എന്തെങ്കിലും വിദ്യകൾ പഠിച്ചു കാണാം. ഇനി തുടങ്ങിക്കഴിയുമ്പോൾ ചിലപ്പോഴൊക്കെ ആകും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ഞാൻ ഭർത്താവിനോട് തുറന്നു പറയുകയും ചെയ്തു, ഇനി വെയിറ്റ് ചെയ്യാൻ എനിക്ക് വയ്യ, ചേട്ടൻ എൻ്റെ അടുത്തേക്ക് വരില്ലെന്ന് ചോദിച്ചു. അങ്ങനെ റീക്വസ്റ്റ് കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നത്. പക്ഷേ അത് പണ്ടത്തേനേക്കാൾ തണുപ്പിൻ മട്ടിലുള്ള പ്രതികരണങ്ങളിൽ കൂടിയായിരുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന്. ഭർത്താവ് 2-3 വട്ടം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എടി, എനിക്കെന്തോ നല്ല രസമൊന്നും തോന്നുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഷേപ്പ് ആകെ മാറിപ്പോയി, നിറവ്യത്യാസമുണ്ട്, ഇടുങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങേർ എന്നെ വളരെ മോശമായിട്ടാണ് മാഡം പറഞ്ഞത്. എൻ്റെ ഉള്ള കോൺഫിഡൻസ് കൂടി പോയി. ആകെ ഞാൻ ഡൗണായി. നിങ്ങൾക്ക് എന്നോട് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നുന്നു? എന്നോട് സ്നേഹം പ്രകടിപ്പിക്കുന്നു പറഞ്ഞു. പക്ഷെ പുള്ളി പറഞ്ഞു, വിരോധമൊന്നുമില്ല, എങ്കിലും എനിക്ക് കാഴ്ചയിൽ ഒരു രസാവഹമായ ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്കറിയില്ലേ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളുണ്ടാകും, അപ്പോൾ സ്ത്രീകൾക്ക് രൂപഭംഗി നഷ്ടപ്പെടുമെന്നൊക്കെ. അതൊക്കെ എനിക്കറിയാം, എന്നാലും എനിക്കെന്തോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയാണ് മാഡം. ഇത്രയും വിചിത്രമായ സ്വഭാവമുള്ള ഒരുത്തനെയാണല്ലോ ഞാൻ കല്യാണം കഴിച്ചത്. നിങ്ങൾക്കിനി വേറെ ഏതെങ്കിലും കല്യാണം കഴിക്കാത്ത പെണ്ണുങ്ങളുമായിട്ട് പ്രണയമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം അങ്ങനൊന്നുമില്ല, അതൊന്നും എൻ്റെ ലക്ഷ്യമല്ല എന്നൊക്കെ പറയാണ് മാഡം. എന്താണെന്ന് എനിക്കൊരു പിടിയും കിട്ടിയില്ല. പിന്നെ പോകെ പോകെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് നടക്കില്ല. പക്ഷേ ഒരു കാര്യം പറയട്ടെ, കുട്ടികളുണ്ടായി കഴിയുമ്പോൾ പല സ്ത്രീകൾക്കും ഇത്തരം കാര്യങ്ങളോടുള്ള മോഹം അങ്ങ് പോകും. പിന്നെ ഫാമിലി ലൈഫ് മാത്രം നോക്കും, കുട്ടികളെയൊക്കെ നോക്കി ഭർത്താവിനെ നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും. അവർക്ക് ഇത്തരം കാര്യങ്ങളോടുള്ള ആകർഷണീയത കുറഞ്ഞു വരുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ എൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. പണ്ട് എനിക്ക് ഒരു 30% താല്പര്യമുള്ളൂ എങ്കിൽ ഇപ്പോൾ അത് 150% താല്പര്യമാണ്. ഓരോ ദിവസവും കൂടി വരികയാണ്. ഞാൻ ഭർത്താവിനെ നിർബന്ധിക്കാൻ തുടങ്ങി. പറ്റില്ല. പണ്ട് ഞാൻ പുള്ളിയെ ഒന്നും പറയില്ലായിരുന്നു. എനിക്ക് ദേഷ്യം വന്നു തുടങ്ങി. ഞാൻ പറഞ്ഞു, ആണാണെങ്കിൽ നിങ്ങൾ വരണം, പെണ്ണുങ്ങളെ പ്രത്യേകിച്ച് സ്വന്തം ഭാര്യയെ മാനേജ് ചെയ്യാൻ അറിയാത്തവൻ ആണല്ല എന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടി സ്വതസിദ്ധമായ ബഹുമാനമൊക്കെ അങ്ങ് മറന്ന് രണ്ടുപേരും കൂടെ ശരിക്കും അടികൂടാൻ തുടങ്ങി. എന്നെ അയാൾ വൃത്തികെട്ട ഭാഷയിൽ പലതും പറഞ്ഞു. ഞാനും തിരിച്ച് അങ്ങേർക്കിട്ട് നല്ല കൊട്ടു കൊടുത്തു. എനിക്ക് മനസ്സിലായി അങ്ങേരുടെ ആണത്തത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേർക്ക് നന്നായിട്ട് ദേഷ്യം വരുമെന്ന്. അത് തന്നെയായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അമ്മായിമ്മ ഇതൊന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല, എന്നും വൈകിട്ട് വഴക്ക് വക്കാണോമാണ്. എന്നാൽ എന്തെങ്കിലും ഗുണമോ അത് ഒട്ടില്ലതാനും. എനിക്കാണെങ്കിൽ ഇരിക്കാനും നിൽക്കാനും വയ്യ. പറഞ്ഞാൽ മാഡം എന്നെ കുറ്റം പറയും. അത്രയ്ക്കും അധികം മോഹവും ദാഹവും കുടിയേറി പാർക്കുകയായിരുന്നു എൻ്റെ തലച്ചോറിൽ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് മാഡം, ഏകദേശം 2 മാസത്തിന് മുൻപാണ് കേട്ടോ, എൻ്റെ ഭർത്താവിൻ്റെ അങ്കിൾ വന്നത്. അതായത് ഇവിടുത്തെ അമ്മായിയമ്മയുടെ ഏറ്റവും ഇളയ സഹോദരൻ. പക്ഷെ പുള്ളിക്കാരന് 42 വയസ്സ് മാത്രമേ ഉള്ളൂ. കണ്ടു കഴിഞ്ഞാൽ അതീവ സുന്ദരനാണ്. ഇവിടെയല്ല പുള്ളി സെറ്റിലായിരിക്കുന്നത്, വിദേശ രാജ്യത്താണ്. ഭാര്യയും മക്കളൊന്നും ഇങ്ങോട്ട് വരികയില്ല, പുള്ളി മാത്രമേ വരികയുള്ളൂ. ഈ വട്ടം പുള്ളിക്കാരൻ കുറച്ചധികം ദിവസങ്ങളിൽ ഇവിടെ കാണും. വിദേശത്തൊക്കെയുള്ള ആണല്ലേ മാഡം. കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേക സൗന്ദര്യമാണ്. സ്കിന്നൊക്കെ പ്രത്യേക രീതിയിൽ തിളങ്ങുന്നു. സൗന്ദര്യമുള്ളവനാണ്. നല്ല രീതിയിൽ ജിമ്മിലൊക്കെ പോയി അവിടുത്തെ ആളുകളെ പോലെ നല്ല ബോഡി ഷേപ്പുമുണ്ട്. എന്തുകൊണ്ടും അദ്ദേഹത്തിന് ഒരു ഗാംഭീര്യമുണ്ട്. ചെറുപ്പക്കാരായ പെണ്ണുങ്ങൾക്ക് ഒരു 40 വയസ്സ് കഴിഞ്ഞ നല്ല ഗാംഭീര്യമുള്ള ആണുങ്ങളോട് എപ്പോഴും ഒരു അട്രാക്ഷൻ ഉണ്ടെന്ന് ഞാൻ വായിക്കുമായിരുന്നു. അത് ശരിയാണ്. അദ്ദേഹം ചിരിക്കുന്നതും സംസാരിക്കുന്നതുമൊക്കെ കൗതുകത്തോടുകൂടി ഞാൻ നോക്കുമായിരുന്നു. ഞങ്ങൾ രണ്ടും പെട്ടെന്ന് സിങ്കായി.
കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ ഒത്തിരി വിഷയങ്ങളുണ്ട്. ഞാൻ കൗതുകത്തോടുകൂടി അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ എന്നോട് കറക്റ്റായിട്ട് മറുപടി പറഞ്ഞു തരും. എന്ത് വേണമെങ്കിലും സംസാരിക്കാം, നാണക്കേടൊന്നുമില്ല. അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് എന്തും തുറന്ന് ചർച്ച ചെയ്യാമല്ലോ. അദ്ദേഹം അവിടുത്തെ ചില കഥകളൊക്കെ പറയുമ്പോൾ ഞാൻ വാ പൊളിച്ചിരിക്കും. ഷോ, ഇത്രയൊക്കെ സ്വാതന്ത്ര്യം അവിടെ ഉണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെയൊക്കെ പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അദ്ദേഹം എന്നോട് പറഞ്ഞു, എടി മോളെ, നീ എത്ര സുന്ദരിയാണ്, നിനക്ക് ഇവനേക്കാൾ നല്ലൊരു ഭർത്താവിനെ കിട്ടുമായിരുന്നു, എന്തുകൊണ്ടാണ് നീ അവനെ ചൂസ് ചെയ്തതെന്ന് ചോദിച്ചു. ഞാനിപ്പോൾ പറഞ്ഞു, ഇതേപോലെ ഒത്തിരി പേര് വന്നതാണ്, ഒന്നും ശരിയായില്ല, നാട്ടിൽ ജോലിയുള്ള ആൾ വേണം എന്നൊക്കെ പറഞ്ഞ് അവസാനം ഈ കല്യാണം നടന്നെന്ന് പറഞ്ഞു. അപ്പോൾ അങ്കിൾ എന്നോട് ചോദിച്ചു, ശരിക്കും നിന്റെ ലൈഫ് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്താ അങ്കിൾ അങ്ങനെ ചോദിച്ചത്, എന്താ കാര്യം? അല്ല മോളെ, നിങ്ങൾ തമ്മിൽ അത്ര അങ്ങോട്ട് രസത്തിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിങ്ങനെ മനുഷ്യരെ ഒബ്സർവ് ചെയ്യുന്ന കൂട്ടത്തിലുള്ള ആളാണ്. ഒരു റൊമാൻറ്റിക് കപ്പിളായിട്ട് നിങ്ങൾ എനിക്ക് തോന്നുന്നില്ലെന്ന്. എന്താ അങ്കിളെ അങ്ങനെ തോന്നിയത്? അത് നിങ്ങളുടെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തോ ഒരു അകൽച്ചയുള്ളത് പോലെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനൊന്നുമില്ല, ഞങ്ങൾ ഹാപ്പിയാണെന്ന്. അപ്പോൾ അങ്കിൾ പറയുകയാണ്, അവൻ്റെ ആ സ്വഭാവത്തിൽ നീ ഹാപ്പിയാണെങ്കിൽ എനിക്ക് സന്തോഷം. ഇപ്പം എനിക്ക് ഒരാശങ്കകളുമില്ല. ഞാൻ ചോദിച്ച ചോദ്യം പിൻവലിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ എൻ്റെ ഭർത്താവിൻ്റെ പ്രത്യേകത, എന്ത് സ്വഭാവമെന്ന്. അപ്പോൾ അങ്കിൾ പറഞ്ഞു, അങ്ങനൊന്നും ഇല്ലടി, ഞാൻ അവൻ്റെ പൊതു സ്വഭാവം പറഞ്ഞതാണ്, ഇത്തിരി സ്ലോ ആണല്ലോ എല്ലാ കാര്യങ്ങൾക്കും എന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ അതിൽ കൂടുതൽ ചിന്തിച്ചു. എനിക്ക് അങ്കിളിനോട് ഹൃദയം തുറന്ന് സംസാരിക്കണമായിരുന്നു, ആരെങ്കിലും വേണ്ടേ പറയാൻ. പിന്നീട് ഒരു ദിവസം അങ്കിള് ഇത്തിരി സ്മോൾ അടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അടുത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ ഭർത്താവ് ഓഫീസിൽ പോയിരിക്കുകയാണ്. ശരി മോളെ, നീ പറ, ഞാൻ കേൾക്കാമെന്ന് പറഞ്ഞു. എനിക്ക് ഇതുവരെ ഉണ്ടായത്, സംഭവിച്ചത്, ഇപ്പോൾ ഒരു കണം പോലും, എനിക്ക് ഒരു തുള്ളിമഴ പോലും പെയ്യാത്തതിൻ്റെ കാര്യം കൂടി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. അദ്ദേഹം മൂക്കത്ത് വിരൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, മോളെ, നിൻ്റെ ജീവിതം ഇങ്ങനെയാകുമെന്ന് എനിക്കറിയാമായിരുന്നു. വിവാഹത്തിന് എനിക്ക് വരാൻ പറ്റില്ല. അതിനു മുമ്പ് വന്നിരുന്നെങ്കിൽ ഞാൻ ഈ കല്യാണം തടഞ്ഞേനി. എന്താ അങ്കിളെ, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അങ്കിൾ എന്നോട് പറഞ്ഞു, പറയാൻ പാടില്ല, എന്നാലും ഞാൻ പറയാം. പണ്ട് മുതലേ ഈ വീട്ടിലൊരു സ്ത്രീ ജോലിക്ക് നിന്നിരുന്നു, അവൻ്റെ അച്ഛനുള്ള കാലം തൊട്ടേ. പക്ഷേ എൻ്റെ ചേച്ചിയെ ചതിച്ചിട്ട് അവളിൽ രസം തേടി പോവുകയായിരുന്നു എൻ്റെ അളിയൻ. പക്ഷേ അങ്ങേർക്കത് ദീർഘകാലം തുടരാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. ചേച്ചി അതിൻ്റെ പേരിൽ ഒത്തിരി ദുഃഖിച്ചിട്ടുണ്ട്. ചേച്ചിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരാളായിരുന്നില്ല അങ്ങേര് പോയി കഴിഞ്ഞപ്പോഴേക്കും ദേ മൂത്ത മകൻ ഇങ്ങനെ വളർന്നു വന്നു. ആ സ്ത്രീയെ ഇവിടുന്ന് പറഞ്ഞു വിടണമെന്ന് ചേച്ചിക്കുണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പുറത്ത് പറഞ്ഞ് ആ സ്ത്രീ വലിയ പ്രശ്നമുണ്ടാക്കി. അങ്ങനെ അവരിവിടെ നിൽക്കുകയായിരുന്നു. അവർക്ക് പോകാൻ ഇടമൊന്നുമില്ലായിരുന്നു. അങ്ങനെ വളരെ കുഞ്ഞായിരുന്ന ഇവനെ അവർ ശരിക്കും ഒരു പ്രത്യേക രീതിയിലാക്കിയെടുത്തു. എന്ന് വെച്ചാൽ അവളുടെ കസ്റ്റഡിയിലാക്കിയെടുത്തു. ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയം മുതലേ അവൾ ഇവനെ എല്ലാം പഠിപ്പിച്ചു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ചെക്കൻ അവളുടെ മടിത്തട്ടിലായിരുന്നു. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല മോളെ, അങ്ങനെ ഇവൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പോലും അവളുമായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിരുന്നു. ഏകദേശം 3-4 വർഷം മുമ്പ് വരെ അവളോടെ ഉണ്ടായിരുന്നു. ഈ ചെക്കനുമായിട്ട് അവൾക്ക് ഇല്ലാത്ത ബന്ധങ്ങളൊന്നുമില്ല. ഇത്രയും പ്രായമായുള്ള സ്ത്രീയുമായുള്ള ബന്ധം ഞങ്ങളെല്ലാവരും വിലക്കിയതാണ്. പക്ഷേ ചെക്കൻ അവളുടെ മാന്ത്രിക വലയിലായിരുന്നു. അങ്ങനെയായിരുന്നു കഥ. ഇനി അവൻ ഒരിക്കൽ പോലും കല്യാണം കഴിക്കുമെന്നോ വേറൊരു പെണ്ണിനെ സ്നേഹിക്കുമെന്നോ ഒന്നും ഞങ്ങളാരും വിചാരിച്ചതല്ല. ആ സ്ത്രീയെ ഇറക്കി വിടാനും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് 3-4 വർഷത്തിന് മുമ്പ് അവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു. ആ സമയത്ത് അവർ ആശുപത്രിയിലായിരുന്നു. അത് കഴിഞ്ഞതിൽ പിന്നെ ഒന്നും വയ്യാതായി. അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ മുൻകൈ എടുത്ത് അവരെ പള്ളിവക ഒരു ഹോമിലാക്കിയിരിക്കുകയാണ്. അവിടേക്ക് ചെലവിന് ഇപ്പോഴും മാസം നിന്റെ ഭർത്താവ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ആരെങ്കിലും കൊടുക്കും. അങ്ങനെയാണ് മോളെ കഥ. അവന് അവരെ അല്ലാതെ വേറെ ആരോടും താല്പര്യമില്ല. ആ സ്ത്രീ ഒത്തിരി പ്രായമുള്ളൊരു സ്ത്രീയാണെന്ന് ഓർക്കണം. നീ ഒരു കൊച്ചു പെൺകുട്ടിയാണ്. അവൻ അവരെ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ 40 വയസ്സിൽ കൂടുതലായിരിക്കും. അപ്പോൾ നിന്നെപ്പോലൊരു കൊച്ചു പെണ്ണിനെ അവന് ഒത്തിരി നേരമൊന്നും പരിഗണിക്കാൻ കഴിയില്ല. ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്നു, പോകുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അവൻ്റെ മനസ്സിൽ പ്രായമുള്ള സ്ത്രീകളോടായിരിക്കും താല്പര്യം എന്ന് പറഞ്ഞു. ഞാനത് കേട്ട് പൊട്ടിക്കരഞ്ഞു. ഞാൻ നീ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പം അങ്കിൾ പറഞ്ഞു, വെയിറ്റ് ചെയ്യ്, കുറേ നാളൊക്കെ കഴിയുമ്പോഴേക്കും അവൻ്റെ മനസ്സ് മാറുമെന്ന്. ഞാൻ ചോദിച്ചു, എന്ന് മാറാൻ, എങ്ങനെ മാറാൻ? ഈ വിവാഹബന്ധം ഒഴിവാക്കിയാൽ കൊള്ളാമെന്ന് എനിക്കുണ്ടെന്ന്. അപ്പോൾ അങ്കിൾ എന്നോട് പറഞ്ഞു, ഒഴിവാക്കുന്ന നീ ചെയ്യരുത്. കാര്യം ഇഷ്ടംപോലെ സ്വത്തുള്ളൊരു ഫാമിലിയാണ്. നിനക്ക് നിൻ്റെ കുഞ്ഞിനും എപ്പോഴും ജീവിക്കാം. അഡ്ജസ്റ്റ് ചെയ്യും മോളെ. നീ വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കേ. എന്ത് കണ്ടുപിടിക്കാൻ? എടി,
ചുറ്റുവട്ടത്ത് നീ ഒന്ന് കണ്ണോടിക്ക്. എത്ര സുന്ദരന്മാരായ പയ്യന്മാരാണ്. അവരൊക്കെ നീ ഒന്ന് കടാക്ഷിച്ചു കഴിഞ്ഞാൽ ഓടി വരും. അങ്കിളെ അതൊക്കെ തെറ്റല്ലേ? പിന്നെ എന്ത് തെറ്റ്? അവന് നിന്നെ പരിഗണിക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് നീ പോവുക, അത്രേ ഉള്ളൂ. അവൻ വയ്യാന്ന് പറയുകയാണെങ്കിൽ നിനക്ക് ആവുമെന്ന് പറഞ്ഞ് നീ മുന്നോട്ടിറങ്ങുക. എല്ലാം രഹസ്യമായിരിക്കണം, ആരും അറിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ പറ്റും. ഇവനിവിടെ ഇല്ലല്ലോ, പിന്നെ ചേച്ചിക്കും വയ്യ. രാത്രിയൊക്കെ ആണെങ്കിലും നീ നിന്റെ കാര്യങ്ങളിലേക്കൊന്ന് കടക്കുമ്പോൾ ഇന്ന് രാത്രി ഒന്നും അറിഞ്ഞതായിട്ട് നീ ഭാവിക്കേണ്ട. പക്ഷേ പറയുക, നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഞാൻ മറ്റ് സഹായ സഹകരണങ്ങൾ തേടിപ്പോകുന്നു. അപ്പോൾ അവൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭർത്താവ് പറഞ്ഞു, നീ എന്തെങ്കിലും കാണിക്ക്, കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കരുത്, അത്രേ ഉള്ളെന്ന്. ഉറപ്പാണേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങേര് പറയുകയാണ്, ഇവിടെ പ്രശ്നമുണ്ടാക്കാത്ത എന്ത് പ്രതിവിധികളും നിനക്ക് സ്വീകരിക്കാമെന്നും. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭർത്താവിനുള്ള ദേഷ്യം എനിക്കങ്ങ് പോയി. ഇത് നേരത്തെ ചോദിക്കേണ്ടതായിരുന്നു. ഇങ്ങനൊരു സാധനം ഉണ്ടെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റും. പിറ്റേ ദിവസം അങ്കിളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്കിള് പറഞ്ഞു, ആ നീ ഒന്ന് നോക്ക്, ഇനി അവൻ സമ്മതം തന്നല്ലോ. എന്നാലും അങ്കിളെ ഇടപിടിയെന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കുക? ഇന്ന് എനിക്ക് ആവശ്യമുണ്ടെന്ന് വെച്ച് ഇന്ന് തന്നെ എനിക്ക് ഒന്നും നടക്കില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അങ്കിള് പറഞ്ഞു, അത് പറ്റില്ല, നീ പ്ലാൻ ചെയ്യണം, നീ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞ് കുറേ ആപ്പുകളും ഗ്രൂപ്പുകളുമൊക്കെ പറഞ്ഞു തന്നു. അതിനിടയ്ക്ക് ഞാൻ അറിയാതെ ചോദിച്ചു പോയി, അല്ല അങ്കിള് വെറുതെ ഇരിക്കില്ലേ, അങ്കിളിന് ഒന്ന് ആക്റ്റീവ് ആയിക്കൂടെ എന്ന്. പുള്ളി പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു. അല്ല മോളെ, നിനക്ക് ചെറുപ്പക്കാരല്ലേ ഇഷ്ടമെന്ന്. ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞു? അങ്ങനെ ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് അങ്കിൾ സ്വയം നിശ്ചയിച്ചാൽ മതിയോ? എനിക്ക് അങ്കിളിനെ ഇഷ്ടമായെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ സർവാത്മന പുതുമകൾ പരീക്ഷിക്കാൻ എന്ന് നിൻ്റെ കൂടെ ഞാനുണ്ട് മോളെ. പിന്നെ മോൾക്ക് എന്നെ ഇഷ്ടമാകുമെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. എനിക്ക് അന്നേ ഇഷ്ടമെന്ന് പറഞ്ഞ് ഞാൻ മാറിലേക്ക് ചാഞ്ഞു. അദ്ദേഹം എൻ്റെ കൈ പിടിച്ച് വഴി നടത്തി. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, എന്തുകൊണ്ടും അങ്കിളാണ് എനിക്ക് അനുയോജ്യൻ ഇപ്പോൾ. കാരണം വികസിത രാജ്യത്തിലേക്ക് പ്രവേശിച്ച് എനിക്ക് വികസിതമായ മൂല്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരാളെയാണ് വേണ്ടത്. ഞാഞ്ഞൂലിന് പകരം ഇവിടെ അനാക്കോണ്ട തന്നെ വേണം. ഞാഞ്ഞിലിനെ കൊണ്ട് എന്ത് പ്രയോജനം? ഭർത്താവ് എന്നുള്ള കൺസെപ്റ്റ് ഞാനന്ന് തട്ടിയങ്ങ് മാറ്റി. അനാക്കോണ്ട ഉള്ള ആഫ്രിക്കൻ കാടുകൾ തേടി ഞാൻ പോയി. കാടുകൾ തേടി പോകേണ്ട കാര്യമില്ല, ഉൾക്കാടുകൾ തേടി അനാക്കോണ്ട വരുമെന്ന് എനിക്കറിയാമായിരുന്നു. പിന്നീട് ഞങ്ങളുടെ കാലഘട്ടമായിരുന്നു. എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞും ഭർത്താവ് ഉറങ്ങിക്കഴിഞ്ഞും ഞങ്ങൾ അടിക്കാടുകൾ തേടിപ്പോകും വേട്ടയാടാൻ വേണ്ടി. ഒരു ദിവസം ഭർത്താവ് അത് കണ്ടുപിടിച്ചു. അങ്കിളാണോ നിന്റെ ആദ്യ ടാർജറ്റ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ. എന്താ അങ്കിളിന് കുഴപ്പം? അങ്കിള് സൂപ്പറല്ലേ? എന്തായാലും നിങ്ങളിപ്പോൾ വെറുതെ ഇരിക്കല്ലേ? അടുത്ത വീട്ടിൽ 50 വയസ്സ് കഴിഞ്ഞൊരു വേലക്കാരൻ വന്നിട്ടുണ്ട്, അങ്ങോട്ടൊന്ന് പോകുന്നോ? കണക്ഷൻ വേണോ എന്ന് ഞാൻ ചോദിച്ചു. അതോടുകൂടി അങ്ങയുടെ ഹിസ്റ്ററി എല്ലാം ഞാൻ അറിഞ്ഞെന്ന് മനസ്സിലായി. അതോടുകൂടി പത്തി മടക്കി. പിന്നീട് അങ്കിൾ ഞാൻ ഉള്ളപ്പോൾ കയറി വന്നിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടും യാതൊരു വിരോധവുമില്ലെന്ന്. അങ്ങനെ ഭർത്താവ് ഞങ്ങളുടെ കൂടെ ചേർന്നിരിക്കുന്നൊരവസരമാണ്. ഇപ്പോൾ ഭർത്താവ് എന്നോട് പറഞ്ഞത്, അവരുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ റിട്ടയറായി. ആ സ്ത്രീയുടെ കൂടെ അവരുടെ ഫ്ലാറ്റിലാണ് ഇനി താമസിക്കാൻ പോകുന്നത്. അവരുടെ മക്കളൊക്കെ വിദേശത്താണ്. അവർക്കതിൽ പ്രശ്നമൊന്നുമില്ല. ആരും അറിയാതെ ഹസ്ബൻഡ് അവിടെ താമസിക്കും, വല്ലപ്പോഴും ഇങ്ങോട്ട് വരും. ഞങ്ങൾ തമ്മിലുള്ള വിവാഹ ജീവിതം ഇങ്ങനെയൊക്കെ തുടർന്നു പോകും. അങ്കിൾ പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ജോലിക്ക് പോവുകയോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈ കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം. രണ്ടുപേർക്കും രണ്ടുപേരുടെ ഇഷ്ടങ്ങൾ ജീവിക്കാം. അങ്ങനെ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ളൊരു ഭാര്യ ഭർത്താക്കന്മാരായിട്ട് പോകാമെന്നാണ് ഭർത്താവ് പറഞ്ഞത്. ഇപ്പോൾ കേൾക്കുമ്പോൾ അത് നല്ല സന്തോഷത്തോടുകൂടി ഓക്കെയാണെന്ന് തോന്നുന്നുണ്ട്. ഭാവിയിൽ അതിനൊക്കെ പ്രശ്നമാകുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതോ ഞാൻ വേറൊരാളെ കണ്ടുപിടിക്കണം മാഡം വിവാഹമോചനം ചെയ്തിട്ട്? എന്തായാലും ഇനി എനിക്ക് സാന്ദ്രമായിരിക്കും. വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങേരെ സഹിച്ച് ജീവിക്കേണ്ടി വരില്ലേ? ഒരു കണക്കിന് നോക്കുമ്പോൾ ഇതല്ലേ മാഡം ബെറ്റർ? നമ്മളെ സാന്ദ്രത്തിന് വിടുന്ന ഒരാൾ അതിനേക്കാൾ കൂടുതൽ എന്താണുള്ളതെന്ന് ആലോചിക്കുമ്പോൾ ആകെ കൂടി ഒരു കൺഫ്യൂഷൻ എന്നാണ് ഈ ഒരു മെയിൽ പറയുന്നത്. അതായത് ഭാര്യയും ഭർത്താവും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെട്ടു, ഇഷ്ടങ്ങൾ മറിഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എൻ്റെ വഴി. ആരും ഒന്നും അറിയരുത്. നമ്മളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. മാതൃകാ ദമ്പതികളായിട്ട് ജീവിക്കുന്നു. ഇങ്ങനെ ജീവിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. കാര്യം നമ്മൾ കാണുന്ന പല പ്രശസ്തരും പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്താണ്. പ്രശസ്തരുടെ കാര്യമല്ല, സാധാരണക്കാരും അങ്ങനെയാണ്. അതൊക്കെ അവനവൻ്റെ ഒരു മനസ്ഥിതിയാണ്. അവനവൻ്റെ മനസ്ഥിതി അനുസരിച്ച് അതേ വേവലെന്തുള്ള ആളുകളുടെ കൂടെ എന്ത് വേണമെങ്കിലും അവനവനെ തുടർന്ന് മുന്നോട്ട് പോകാം. അതിലിപ്പം മറ്റൊരാൾ അഭിപ്രായം പറയണമെന്ന് യാതൊരു നിർബന്ധവുമില്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് കംഫർട്ടബിളുള്ള കാര്യങ്ങൾ എന്താണോ അത് ചെയ്യുക. പക്ഷേ ഇതിനെ നമുക്ക് ന്യായീകരിക്കാനൊന്നും പറ്റില്ല. ഇത് മറ്റൊരാൾക്ക് മാതൃകയായിട്ട് എടുക്കാനും പറ്റില്ലെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക, അത്രേ ഉള്ളൂ.